നരകവർണ്ണന രണ്ടാം ഭാഗമാണ് പറയുന്നത്. സാവിത്രി യമധർമ്മനോട് ചോദിക്കുന്നതാണ് നരകത്തിനെ പറ്റിയിട്ട്, എന്തൊക്കെ പാപങ്ങൾ ചെയ്താലാണ് നരകത്തിൽ പതിക്കാന്ന്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ 7 നരകത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ഇതിപ്പം രണ്ടാം ഭാഗമാണ്. എന്താണ് 8ാമത്തെ നരകത്തിനെ പറ്റിയിട്ട് യമധർമ്മൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മഹത്യ പാപം ചെയ്യുന്നവൻ മരണാനന്തരം 100 വർഷം ഏത് നരകത്തിൽ പതിക്കുന്ന പറയുന്നത്? ദൂഷിത വലയം എന്ന നരകകുണ്ഡത്തിൽ പതിക്കുന്നതാണ് പറയുന്നത്. ബ്രഹ്മഹത്യാ പാപങ്ങൾ എന്തൊക്കെയാണ്? നിർദോഷിയും ദൈവഭക്തനുമായ ബ്രാഹ്മണനെയോ അല്ലെങ്കിൽ അതേപോലെ തത്തുല്യ പുണ്യമുള്ളവനെയോ നിർദ്ദയം വധിക്കുന്നത് എന്താണ്? ബ്രഹ്മഹത്യാ പാപമാണ്. പിന്നെ ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിൽ ഭേദബുദ്ധി കാണിക്കുന്നത് എന്താണ്? പരാശക്തിയുടെ വീതരൂപിണികളായ ദേവികളിൽ ഭേദബുദ്ധി കാണിക്കുന്നതൊക്കെ ബ്രഹ്മഹത്യാ പാപമാണ്. പിന്നെന്താണ്? സർവശക്തി സ്വരൂപിണിയായ സാക്ഷാൽ ജഗദംബികയെ നിന്ദിക്കുന്നത്. പിന്നെന്താണ്? ദേവീഭക്തരെ ആക്ഷേപിക്കുന്നത്. പിന്നെന്താണ് നമ്മൾ പറയുന്നത്? ദൈവനാമം ജപിക്കുന്നവരെ പുച്ഛിക്കുന്നത്, വേദപുരാണങ്ങളെല്ലാം വെറും കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് എല്ലാം എന്താണ്? ബ്രഹ്മഹത്യാ പാപങ്ങളാണ്. നരകത്തിൽ അതിനുള്ള ശിക്ഷ അതിഭയങ്കരവുമാണ്. എന്താണ് ശിക്ഷ നൽകുമ്പോൾ? എന്താണ്? യമദേവൻ്റെ കിങ്കരന്മാർ ദേവിൻ്റെ ഒരു കണിക പോലും കാണിക്കില്ല. എന്താണ്? അതികഠിനമായിട്ട് തന്നെ ശിക്ഷിക്കുന്നതാണ്. പിന്നെ ഒന്നുകൂടി ഉണ്ട് എന്ത് ബ്രഹ്മഹത്യക്ക് തുല്യമായിട്ടുള്ളത്? പിതൃപത്നി. പിതൃപത്നി വെച്ചാൽ അച്ഛൻ്റെ 2ാം ഭാര്യ. ഗുരുപത്നിയെയും സ്വസഹോദരിയെയും ഭോഗിക്കുന്നത് എന്തിന് തുല്യമാണ്? ബ്രഹ്മഹത്യക്ക് തുല്യമായ പാപമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുന്നത്? ബ്രഹ്മഹത്യാ പാപം ചെയ്താൽ എവിടെ കിടക്കുന്ന പറഞ്ഞത് യമധർമ്മൻ? 100 വർഷം ദൂഷിത വലയം എന്ന നരകകുണ്ഡത്തിൽ കിടന്നിട്ട് എന്താണ്? ദണ്ഡനങ്ങളും മലമൂത്രങ്ങൾ ഭക്ഷിച്ചും കിടക്കേണ്ടി വരും. അതിനുശേഷം എന്താണ്? ഭൂമിയിൽ പിറന്ന അത്രയും കാലം ക്ലേശകരമായിട്ട് ജീവിക്കണം എന്നാണ്. പിന്നെന്താ പറയുന്ന 9ാമത്തത്? കേൾവിയില്ലാത്തവരെ എന്താണ്? പരിഹസിക്കുക. അവനൊന്നും കേൾക്കൂല എന്നുള്ള ധാരണയോടെ കളിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളവരെന്താണ്? മരണാനന്തരം കർണമലത്തിൽ അതും ഭക്ഷിച്ചുകൊണ്ട് വളരെ കാലം കിടക്കുന്ന, അനന്തരം 3 ജന്മം ചെവി പൊട്ടനായും ദരിദ്രനായും അംഗഹീനനായും ഭൂമിയിൽ ജനിച്ച് സങ്കടം അനുഭവിക്കുന്ന, ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളൊക്കെ അതിൻ്റെ ഫലങ്ങളൊക്കെ അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും. അതുകൊണ്ട് ആരും ഒന്നും ചെയ്യാതെ ജീവിക്കുക. 10ാമത്തെ എന്താ പറയണത്? അന്ധനെ പറഞ്ഞിട്ട് വഴിതെറ്റിച്ച് കുഴിയിൽ വീഴിച്ച് ചിരിക്കുന്നവനും ഇതേ ഗതി തന്നെയാണ് ലഭിക്കുക. പിന്നെന്താ 11ാമത്? ധനാഢ്യനും അധികാരവും ഉള്ള ആൾക്കാർ അകാരണമായി മറ്റുള്ളവരെ ശാസിച്ചും ശകാരിച്ചും കരയിപ്പിക്കുന്നവർ മരണാനന്തരം എവിടെ പോകുന്ന? ശ്വേതകുണ്ഡമെന്ന നരകത്തിൽ പതിച്ച് വിയർപ്പ് വെള്ളം മാത്രം കുടിച്ച് 3 കൊല്ലം കിടക്കേണ്ടി വരുന്ന, അനന്തരം 3 ജന്മം എന്താണ്? കഴുതയായിട്ടും പിന്നെ 3 ജന്മം കുറുക്കനായിട്ടും ഭൂമിയിൽ പിറന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. പിന്നെ 12ാമത്തത് പറയുന്നത് എന്താ? പശു, ആട് മുതലായ നിർദോഷികളായ ജന്തുക്കൾ എന്ന് വെച്ചാൽ ഒരാളെ ഉപദ്രവിക്കാത്ത ജീവികളാണല്ലേ പശു, ആടൊക്കെ. അവരെയൊക്കെ വധിച്ചിട്ട് അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുന്നവനെ, അവൻ്റെ മാംസം ഭക്ഷിക്കുന്നവരെന്താവുന്ന പറയുന്നത്? മരണാനന്തരം ചലവും ചോരയും നിറഞ്ഞ മജ്ജാകുണ്ഡത്തിൽ പതിക്കുന്നതാണ്. പിന്നെ അവിടെ 100 സംവത്സരം അതിൽ കിടന്ന് നരകിക്കും. അതിനുശേഷം എന്താണ്? ഭൂമിയിൽ പിറക്ക എന്തായിട്ടാണ്? മീനും മുയലുമായിട്ട് 7 ജന്മങ്ങളും, പിന്നെ കോഴിയും മാനുമായിട്ട് 7 ജന്മങ്ങളും, പിന്നെ പന്നിയായിട്ട് 3 ജന്മങ്ങളും കഴിയേണ്ടി വരുന്നതാണ്. പിന്നെ 13ാമത്തത് എന്താണ്? നമ്മൾ കണ്ണിൽ ഉണ്ണിയായിട്ട് വളർത്തുന്ന പുത്രീനെ, ചില പിതാക്കന്മാരെന്താണ്? കണ്ണിൽ ഉണ്ണിയായിട്ട് വളർത്തുന്ന പുത്രീനെ ധനത്തിന് വേണ്ടിയിട്ട് എന്താണ്? അവളുടെ ഇഷ്ടം വകവെക്കാതെ അന്യന് പിടിച്ചു കൊടുക്കൂല്ലേ?
അപ്പം എന്താണ്, അങ്ങനെയുള്ള പിതാവ് എവിടെ പോകുന്നതാണ്? മരണാനന്തര യമകിങ്കരന്മാരെ ദണ്ട് കൊണ്ടുള്ള അടി, വടി കൊണ്ടുള്ള അടി ഇട്ടിട്ട്, അടിയും കുത്തും കിട്ടും, കുത്തു ഏറ്റിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന രക്തം സ്വയം കുടിച്ചുകൊണ്ട് വളരെ കാലം നരകത്തിൽ കിടക്കുന്ന, അതിനുശേഷം ഭൂമിയിൽ ആ കന്യകയുടെ മലത്തിലെ കൃമിയായി ജനിക്കുന്ന പറയുന്നത്. പിന്നീട് 3 ജന്മം കാട്ടിൽ വേടനായി ജനിച്ച് നികൃഷ്ടതയോടെ ജീവിക്കും. പിന്നെന്താ 14 എന്താണ്, സ്വന്തം പത്നിനെ കൊണ്ട് ഭർത്താവ് എന്താണ് മറ്റുള്ള സ്ഥലത്ത് പറഞ്ഞയക്കുക. അതുപോലെ തന്നെ ഭർത്താവിന് അങ്ങനെ ചെയ്യുന്നവർ എന്താണ്, ശുക്ലകുണ്ഠമെന്ന ഘോര നരകത്തിൽ പതിച്ച് പുഴുത്ത് നരച്ച് എന്താണ് സർവ്വയാതനകൾ അനുഭവിച്ചതിന് ശേഷം ഭൂമിയിൽ പുരുഷനാരാകും? ആടായിട്ടും സ്ത്രീ കുരങ്ങായിട്ടും പിറക്കുന്ന. പിന്നെ 15 എന്താണ്, ഗർഭിണിയായ ഭാര്യയുടെ പരവശതയെ പരിഗണിക്കാതെ അവളെ പ്രാപിക്കുന്ന പുരുഷൻ എന്താവുന്ന? മരണാനന്തരം ചുട്ടുപഴുത്ത ചെമ്പ് കിടാര നരകത്തിൽ പതിച്ച് സർവാംഗം വെന്ത് നീറി പൊള്ളിക്കരിഞ്ഞ് 3 വർഷം കിടന്ന് പിടയ്ക്കുന്ന. അത് പിന്നെ എന്തായിട്ട് പിന്നത്തെ ജന്മത്തിൽ എന്തായിട്ട് പിറക്കുമെന്ന് പറയുന്നില്ല ദേവി ഭാഗവതത്തിൽ. ഇങ്ങനെയാണ് എഴുതിയത്, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ 16 എന്താ, ഋതുവായിരിക്കുന്ന മലിന സ്ത്രീ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നവനും എന്താണ് മേൽപ്പറഞ്ഞ തപ്ത താമ്രകുണ്ഠത്തിൽ പതിച്ച് അടുത്ത ജന്മത്തിൽ കുഷ്ഠരോഗിയായി ഭവിക്കുന്ന. അപ്പം ഈ 2 ആൾക്കാരും ചെയ്യുന്നത് ഏത് കുണ്ഠത്തിലാണ് പോകുക? തപ്ത താമ്രകുണ്ഠത്തിൽ. പിന്നെ ചില ആളുകളുണ്ടാവും അല്ലേ, എന്താണ് അമ്പലത്തിലാണെങ്കിലും ശ്രദ്ധ വേറെ സ്ഥലത്തായിരിക്കും. പരസ്ത്രീയുടെ അധരങ്ങളെയോ സ്തനങ്ങളെയോ നിതംബത്തെയോ പുണ്യസ്ഥലങ്ങളിൽ വെച്ച് നോക്കി ആസ്വദിക്കുന്ന പുരുഷൻ മരണാനന്തരം എവിടെ പോകുന്ന? കാകകുണ്ഠം എന്ന നരകത്തിൽ പതിക്കുന്ന. അവിടെ പതിച്ചിട്ട് നരകയാതനകൾ അനുഭവിച്ചതിന് ശേഷം ഭൂമിയിൽ ജനിച്ചിട്ട് എന്താവും? അഗ്നിബാധയേറ്റ് പൊള്ളി മരിക്കും. 3 ജന്മത്തിൽ എന്താവും? ഇങ്ങനെ തന്നെ ഭവിക്കുന്നതാണ്. ഇനി 18 നരകത്തിനെ പറ്റി എന്താണ് പറയുന്നത്? ഭർത്താവിനെ വഞ്ചിച്ച് പരപുരുഷനെ പ്രാപിക്കുന്ന സ്ത്രീ മരണാനന്തരം എന്താ? കുണ്ഡലീകുണ്ഠമെന്ന നരകത്തിൽ പതിച്ച് പാമ്പ്, അട്ട, തേള് മുതലായ ക്ഷുദ്രജീവികളുടെ ദംശനമേറ്റ് നരകിക്കുന്ന. എന്താണ്? യമകിങ്കരന്മാർ ഉരുകിത്തിളയ്ക്കുന്ന ഈയദ്രാവക അവൾ വാവിട്ട് കരുമ്പോൾ വായിൽ കോരി ഒഴിക്കും. അനന്തരം അടുത്ത ജന്മത്തിൽ അവൾ എന്താകും? ഒരു ചണ്ടാളിയായി പിറക്കുന്ന. പിന്നെന്താണ് 19 ഭാര്യയെ കൊണ്ട് വ്യഭിചരിപ്പിച്ചിട്ട് പണം സമ്പാദിക്കുന്നവൻ എന്താവുന്ന? മരണാനന്തരം ലാലാകുണ്ഠത്തിൽ പതിച്ച് വളരെ കാലം നരക ദുരിതം അനുഭവിച്ചതിന് ശേഷം എവിടെയാവും? നയനരോഗിയായും മഹാരോഗിയായും ദരിദ്രനായും ഭൂമിയിൽ പിറന്ന് എന്താണ് യാചന കൊണ്ട് കാലായാപനം ചെയ്യും, മരണപ്പെടും. ഇനി 20 എന്താ? പൊതു ആവശ്യത്തിന് വേണ്ടി അന്യന്മാരിൽ നിന്നും ധനം ആർജിച്ച് വഞ്ചനയും കപടതയും കാണിച്ച് ആ ധനം അപഹരിക്കുന്നവൻ ആരാവുന്ന? മരണാനന്തരം ചക്രകുണ്ഠമെന്ന നരകത്തിൽ പതിച്ച് യമകിങ്കരന്മാരുടെ ക്രൂര പ്രചണ്ഡ ദണ്ഡനങ്ങളേറ്റ് 100 വർഷം നരകിച്ചതിന് ശേഷം 3 ജന്മങ്ങളിൽ എന്താണ് പരമദരിദ്രനായും രോഗിയായും ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നതാണ്. അടുത്ത നരകവർണ്ണന 3-ാം ഭാഗത്തിൽ പറയാം.